നമസ്കാരം. കിഴക്കേക്കര സാധുപുരത്ത് തെക്കേതിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയെ കൊലപ്പെടുത്തിയത് അവരുടെ സഹായത്തിനെത്താറുള്ള സമീപവാസി തന്നെയായിരുന്നു. അതാണ് എല്ലാവരെയും നടുക്കിയത്. സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുന്നതിനു വേണ്ടിയായിരുന്നു തങ്കമ്മയെ കൊലപ്പെടുത്തിയതെന്ന് പ്രതി കനകക്കുന്ന് കൊച്ചുപടന്നയിൽ പ്രകാശൻ സമ്മതിച്ചു. തങ്കമ്മയുടെ കഴുത്തിൽ കെട്ടിയ കയറിന്റെ പ്രത്യേകതയാണ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത പ്രകാശനിലേക്ക് അന്വേഷണം എത്തിയത്. മത്സ്യബന്ധന ബോട്ടിലും മറ്റും ഉപയോഗിക്കാറുള്ള പ്രത്യേകതരം കയറാണിത്. മത്സ്യബന്ധനത്തിന് പോകാറുള്ള പ്രകാശന്റെ വീട്ടുമുറ്റത്ത് അയ കെട്ടിയിരിക്കുന്നത് ഇത്തരം കയറുകൊണ്ടാണെന്ന വിവരം പോലീസിന് കിട്ടി. കടബാധ്യതകളുള്ള ഇയാൾ ചില കടങ്ങൾ വീട്ടിയതിന്റെ സൂചനയും കിട്ടി. തുടർന്നാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. കവർച്ച ചെയ്ത സ്വർണം വിൽപ്പന നടത്തുവാൻ ഏൽപ്പിച്ച സുഹൃത്തിനുണ്ടായ സംശയമാണ് വൃദ്ധയെ കൊന്ന് കായലിൽ താഴ്ത്തിയ സംഭവത്തിൽ പ്രതി പ്രകാശൻ കുടുങ്ങാനിടയായത്. ചൊവ്വാഴ്ചയാണ് കായലിൽ തങ്കമ്മയുടെ മൃതദേഹം കാണപ്പെട്ടത്. തങ്കമ്മയെ കാണാനില്ലെന്ന് തിങ്കളാഴ്ച മകൾ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. കൊലപാതകത്തിൽ തെളിവുകളൊന്നും ലഭ്യമാകാതെ 3 സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തുമ്പോഴാണ് നിർണായക വിവരമെത്തിയത്. തങ്കമ്മയെ കല്ല് കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച റോപ്പ് പരിശോധിച്ചതിനെ തുടർന്ന് പ്രകാശൻ സംശയനിഴലിൽ നിൽക്കുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ വന്ന് സ്വർണം വിറ്റ വിവരങ്ങൾ നൽകിയത്. പ്രകാശിന്റെ സുഹൃത്തായ കലേഷ് ആയിരുന്നു അത്. വൃദ്ധയിൽ നിന്ന് കവർന്ന സ്വർണം വിൽക്കാനായി പ്രകാശൻ കലേഷിനെ ഏൽപ്പിച്ചിരുന്നു. ഇതിനുശേഷമാണ് വൃദ്ധയുടെ മൃതദേഹം പൊങ്ങിയത്. ഇതോടെ പരിഭ്രാന്തനായ കലേഷ് ഉടൻ തന്നെ ഒരു വക്കീലിനെ കണ്ട ശേഷം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് സ്റ്റേഷനിലെത്തി വിവരം കൈമാറുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് 7:30 എത്തിയ പ്രകാശൻ തങ്കമ്മയോട് പണയം വയ്ക്കുന്നതിനായി സ്വർണ്ണാഭരണങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ല. പിന്നീടുണ്ടായ തർക്കത്തിനിടെ തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് ബോധരഹിതയാക്കി. കയ്യിൽ കിടന്ന 29 ഗ്രാം തൂക്കം വരുന്ന 4 വളകളും 1 മോതിരവും ഊരിയെടുത്തു. രാത്രി 12 മണിയോടെ വള്ളവുമായി എത്തി മൃതദേഹം കായലിൽ കെട്ടിത്താഴ്ത്തുകയായിരുന്നു. സുഹൃത്ത് കലേഷിനെയും അളിയനെയും ഏൽപ്പിച്ച ആഭരണങ്ങൾ കായംകുളത്തുള്ള സ്വർണ്ണക്കടയിൽ 3,90,000 രൂപയ്ക്ക് വിറ്റ് പണം പ്രകാശന് കൈമാറിയിരുന്നു. പലരിൽ നിന്നായി പലിശയ്ക്ക് വാങ്ങിയ 3.5 ലക്ഷം രൂപ അന്ന് തന്നെ പ്രകാശൻ തിരികെ നൽകി. വീട്ടിൽ നിന്ന് 15,000 രൂപയും കണ്ടെത്തി. ആഭരണം വിൽക്കാൻ സഹായിച്ച കലേഷ് വൃദ്ധ കൊല്ലപ്പെട്ടതറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തി വിവരം നൽകുകയായിരുന്നു. എന്തായാലും ഈ സംഭവം അറിഞ്ഞ് കലേഷും ഞെട്ടുന്ന അവസ്ഥയായിരുന്നു. ഉടനെ തന്നെ അദ്ദേഹം ഒരു വക്കീലിനെ പോയി കണ്ടു. വക്കീലാണ് പറഞ്ഞത് പോലീസിനെ അറിയിക്കാമെന്ന്. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒടുവിൽ ചോദ്യം ചെയ്യലിലൂടെ പ്രതി പ്രകാശനാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. എന്ത് സഹായത്തിനും തങ്കമ്മ വിളിച്ചാൽ ഓടിയെത്താറുള്ള അയൽവാസി തന്നെയായിരുന്നു ഇയാൾ. അതുകൊണ്ട് തന്നെ ആർക്കും യാതൊരു സംശയവും തോന്നിയിരുന്നില്ല. പക്ഷേ പെട്ടെന്നുള്ള ഈ കടം വീട്ടലും അതുപോലെ തന്നെ സ്വർണ്ണാഭരണം വിറ്റ സംഭവമൊക്കെ ഇയാളെ കുടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്ന് വേണം പറയാൻ.